നമ്മൾ ആണ് പെണ്ണെന്ന് ചിന്തിക്കേണ്ട. ലോകത്തിൽ 2 ടൈപ്പ് വാല്യൂസ് ഉണ്ട്, മസ്കുലൈൻ വാല്യൂസും ഫെമിനൈൻ വാല്യൂസും. മസ്കുലൈൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ കീഴടക്കുക, വെട്ടിപ്പിടിക്കുക, പറഞ്ഞ വാക്ക് പാലിക്കുക, ധൈര്യം കാണിക്കുക, കോൺഫിഡൻസ് കാണിക്കുക, അങ്ങനെ പറയുമ്പോൾ തന്നെ രക്തം തിളയ്ക്കുന്നില്ലേ, അങ്ങനത്തെ വാല്യൂസിനെയൊക്കെ നമ്മൾ മസ്കുലൈൻ വാല്യൂസ് എന്ന് വിളിക്കും. ഫെമിനൈൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ചേർത്ത് പിടിക്കുക, അനുകമ്പ കാണിക്കുക, പിന്നെ സ്നേഹിക്കുക, ഒന്നായി കാണുക, വിട്ടുകൊടുക്കുക, ക്ഷമിക്കുക, സഹിക്കുക, ഇതൊക്കെ ഫെമിനൈൻ വാല്യൂസ് എന്നാണ് വിളിക്കുന്നത്. ബൈ നേച്ചർ നമ്മളുടെ ഇവിടെ ഫീമെയിൽസിൽ ഫെമിനൈൻ വാല്യൂസും പുരുഷന്മാരിൽ മസ്കുലൈൻ വാല്യൂസുമാണ് കുറേയൊക്കെ ഡിഫോൾട്ടായിട്ട് കിടക്കും, കുറേയൊക്കെ, 100%. ബട്ട് നമ്മൾ ഈ സ്ത്രീകളുടെ മുന്നേറ്റം അങ്ങനത്തെ ട്രെയിനിങ്ങുകൾ കഴിഞ്ഞൊരു ഡെക്കേഡ്സായിട്ട് നടക്കുന്നുണ്ടല്ലോ, ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാം. ശരിക്കും ഫെമിനൈൻ വാല്യൂസ് നാച്ചുറലായിട്ടുള്ള സ്ത്രീകൾക്ക് മസ്കുലൈൻ വാല്യൂസും കൂടെ ട്രെയിനിങ് ചെയ്യുന്നു. അവൾക്ക് ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം, അവൾക്ക് തൻ്റെ ഇടം ഉണ്ടായിരിക്കണം, അവൾക്ക് അധ്വാനിക്കാൻ കഴിയണം, ഷീ ക്യാൻ ഏൺ മണി, അങ്ങനെ ഷീ ക്യാൻ ലേൺ, വലിയ വലിയ പഠനങ്ങളിലേക്ക് അവൾക്ക് കിടക്കാം, എല്ലാം കീഴടക്കാൻ പറ്റും. പുരുഷന് പറ്റുന്നതൊക്കെ സ്ത്രീക്കും പറ്റും, സത്യമായിട്ടും പറ്റും. ഞാനും അതന്നെ വിശ്വസിക്കുന്ന, പറ്റണം, അങ്ങനെ ചെയ്യണം എന്നുള്ള. പക്ഷേ ഇതിൻ്റെ മറ്റേ സാധനം, സ്ത്രീയുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കുറേ, അല്ലെങ്കിൽ സ്ത്രീയുടേത്, അല്ലെങ്കിൽ ഫെമിനൈൻ, സ്ത്രീയുടേതെന്ന് പറഞ്ഞാൽ ഫെമിനൈൻ വാല്യൂസ് എന്ന് പറഞ്ഞ ആ സെറ്റ് ഉണ്ടല്ലോ, ഇതെന്താ പുരുഷന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലേ? പുരുഷന് സ്ത്രൈണ ഗുണങ്ങൾ എന്നറിയപ്പെടുന്ന ആ വാല്യൂ സിസ്റ്റംസ് പ്രാക്ടീസ് ചെയ്തില്ല. അതൊക്കെ പോട്ടെ, രാവിലെ എഴുന്നേറ്റ് മുറ്റടിക്കുന്ന പുരുഷൻ സങ്കല്പിക്കാൻ പറ്റുമോ? അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? കുറേ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്നുണ്ടേ, അതുകൊണ്ടാണ് ഞാൻ സങ്കല്പിക്കാൻ പറ്റുമോ ചോദിക്കുന്നത്. രാവിലെ എണീച്ച് മുറ്റടിക്കുന്ന പുരുഷൻ, ഭാര്യയുടെ വസ്ത്രം അലക്കി കൊടുക്കുന്ന പുരുഷൻ, സങ്കല്പിക്കാൻ പറ്റുമോ? എന്നും ഭാര്യയുടെ വസ്ത്രം അലക്കി കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എനിക്ക് ഒഴിവുള്ള ദിവസം ഞാൻ എൻ്റെ ഭാര്യയുടെയും കൂടെ വസ്ത്രം അലക്കും. അല്ല, നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഈ വസ്ത്രം അലക്കുന്ന തലത്തിലേക്ക് പോകുന്നതിന് അങ്ങ് പറഞ്ഞതിൻ്റെ ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ പുരുഷൻ ലോകത്തെ യുദ്ധത്തിന് പോകുന്നു, മസിൽ പവർ കാണിക്കുന്നു, പലതും കീഴ്പ്പെടുത്തുന്നു. ഇതെല്ലാം കീഴ്പ്പെടുത്തി കൊണ്ടുവെക്കുന്നത് ആരുടെ കാൽക്കലാണ്? സ്ത്രീയുടെ കാൽക്കലാണ്. അപ്പോൾ ഈ ലോകം മുഴുവൻ കീഴ്പ്പെടുത്താൻ പുറപ്പെടുന്ന പുരുഷനെ കൺട്രോൾ നിർത്താൻ പറ്റുന്ന സ്ത്രീ എത്ര വലിയവളാണെന്നുള്ളതല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്. ആണ്.